ബിജു മേനോന്റെ ഏറ്റവും പുതിയ മൂവിയാണ് തുണ്ട്. സോ ബിജു മേനോൻ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫുള്ളി കോമഡി പാക്കഡ് മൂവിയാണെന്നുള്ള രീതിയിലാണ് ഞാൻ സിനിമ പോയി കണ്ടത്. സോ ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യം എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസും ആ ഒരു ഫീലുമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഒരു ചെറിയൊരു മൂവിയാണ്, ആകെ ഒരു 2 മണിക്കൂർ 15 മിനിറ്റോ 10 മിനിറ്റോ എന്തോ ഉള്ളൂ. ശരിക്കും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം കണ്ടന്റ് മാത്രമേ സിനിമയ്ക്ക് ഉള്ളൂ, അല്ലെങ്കിൽ അല്ലാതെ ഇത്രയും വലിച്ചു നീട്ടേണ്ട കാര്യം ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ എൻ്റെ മൂവിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സീക്വൻസ്, കുറച്ചല്ല ആകെ ഓക്കെ ഒരു നൈസായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സീക്വൻസ് എന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോപ്പി അടിക്കുന്ന കുറച്ച് സീക്വൻസ് കാണിക്കുന്നുണ്ട്. ഞാൻ സ്പോയിൽ ചെയ്യോ അങ്ങനെയൊന്നുമല്ല, ഇത് വലിയ അങ്ങനെ സ്പോയിലർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ആ ഒരു സീക്വൻസിന്റെ ഒരു എക്സിക്യൂഷനും ആ ഒരു മേക്കിങ്ങും അല്ലെങ്കിൽ ആ ഒരു എൻ്റെ സീനൊക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിരുന്നു. ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാഡ് ജീനിയസ് എന്നുള്ള മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ആ ഒരു മൂവിയുടെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു മൂവിയിൽ നമ്മൾ എന്താണോ കണ്ടത് അതിന്റെ ഒരു മിനിയേച്ചർ പോലെ എനിക്ക് ഫീൽ ആയി. കാരണം അമ്മാതിരി കിടിലം പ്രസന്റേഷൻ ആയിരുന്നു ആദ്യത്തെ ഒരു 5-10 മിനിറ്റ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു നോക്കിയാൽ എൻ്റെ മൂവി ഈ ഒരു വൈബിലായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് മൂവി ആ ഒരു പോർഷൻ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ആ ഒരു എൻ്റെ മൂവിയിൽ ആദ്യം തന്ന ആ ഒരു എൻഗേജിങ് ഫീലോ അല്ലെങ്കിൽ ഓക്കെ ഒരു ത്രില്ലിംഗ് മൂവ്മെന്റോ ഒന്നും തന്നെ തരാൻ സാധിച്ചിട്ടില്ല. വളരെ നോർമലായിട്ട് അല്ലെങ്കിൽ ഓക്കെ കണ്ടു തീർക്കാം എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ബാക്കിയുള്ള മൂവി ഫുള്ള് ഇരുന്ന് കണ്ടത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കണ്ടന്റ് ആണ്. അതായത് ഒരു പോലീസ് ഓഫീസർ എക്സാമിന് തുണ്ടും കൊണ്ടുപോകും, പിന്നീട് നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അയാൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നതാണ് ഒരു സിനിമ സംസാരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു പോലീസ് ഓഫീസറിന്റെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ മറ്റുള്ള ഒരു ഓഫീസറായിട്ടുള്ള കുറച്ച് ഈഗോ പ്രശ്നങ്ങളും, അതായത് ആ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള റാങ്കിങ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ പോലീസ് ഓഫീസേഴ്സ് തമ്മിലുള്ള ഹയർ റാങ്ക് ലോവർ റാങ്ക് അങ്ങനത്തെ. സോ അങ്ങനത്തെ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സ്റ്റോറിയാണ്. അതൊന്നും അത്രയ്ക്ക് അങ്ങ് കണക്ട് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബിജു മേനോന്റെ ക്യാരക്ടറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എത്താനുള്ള ഒരു ട്രാക്ക് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്നില്ല, എന്തോ പറഞ്ഞു പോകുന്ന രീതിക്കാണ് പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ഹാഫ് വാസ് ലൈക്ക് കുഴപ്പമില്ല, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൈസായിട്ട് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് വെച്ച് ആ ഒരു ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്തല്ലോ. പിന്നീട് സെക്കൻഡ് ഹാഫ് മൂവി എങ്ങനെയെങ്കിലും 2 മണിക്കൂർ തികയ്ക്കണം എന്നുള്ള രീതിയിൽ ഒരു ബന്ധവുമില്ലാത്ത ട്രാക്കിലോട്ടൊക്കെ സിനിമ പോകും. എനിക്ക് തന്നെ മനസ്സിലായില്ല, കാരണം എങ്ങോട്ടൊക്കെ പോകുന്നു, ആരൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ ഒരു കുറേ സ്റ്റോറീസ് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ അടുക്കി വെച്ച് പറയുന്ന പോലെ ഉള്ള ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നീടാണ് ശരിക്കും ആ ഒരു മൂവിയുടെ കണ്ടന്റ്, അല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റ് ഹാഫിൽ എന്താണോ കണ്ടു തീർത്തത് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്ന കാര്യം പിന്നീട് ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സിലോട്ട് അടുക്കും വേണം. അതുവരെ അതായത് ആ സെക്കൻഡ് ഹാഫിനും ഈ ഒരു ക്ലൈമാക്സ് പോർഷന്റെ ഇടയ്ക്ക് കാണിക്കുന്ന കുറേ സീൻസ് ഒക്കെ ഒരു ഔട്ട് ഓഫ് ട്രാക്ക് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ഒരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് മൂവിയുടെ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള ആ ഒരു തുണ്ട് എന്നുള്ള കോൺസെപ്റ്റിന്റെ മൂവിയിൽ ആകെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ സംസാരിച്ച് പോകുന്നുള്ളൂ. ആൻഡ് കോമഡി സീക്വൻസ് ആയാൽ പോലും നമ്മൾ കേട്ടും അടുത്ത കുറേ കോമഡീസ് ഉണ്ടല്ലോ പണ്ടത്തെ ആയിട്ടുള്ള. സോ അങ്ങനത്തെ കുറച്ച് കോമഡീസ് അവിടെ ഇവിടെയും പറഞ്ഞു പോകുന്നതല്ലാതെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുകയോ അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിയുമ്പോൾ ഓക്കെ അല്ല സീനോ അല്ല കോമഡി സീക്വൻസോ അല്ലെങ്കിൽ ഒന്നും തന്നെ നമ്മളെ മൈൻഡ് റെസ്റ്റ് ആവാത്ത രീതിയിലാണ് ഒരു എൻ്റയർ മൂവി പോകണം. എനിക്ക് ആ ഒരു 2 മണിക്കൂർ മൂവിയിൽ ആകെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് നൈസ് ആയിരുന്നു തോന്നിയത് ആദ്യത്തെ ഒരു 10-15 പോർഷനാണ്. പിന്നീട് ആ ഫസ്റ്റ് ഹാഫിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റയർ മൂവി വാസ് ലൈക്ക് ഒരു ഓക്കെ എന്നൊരു ഫീലായിരുന്നു, ആ ഒരു കണ്ടു തീർക്കാം എന്നുള്ളൊരു വൈബാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. മറ്റുള്ളവർക്ക് എങ്ങനെയെന്ന് അറിയത്തില്ല, നിങ്ങൾ മൂവി കണ്ടു നോക്കൂ. സോ ഓൾറെഡി മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.